വരുന്ന ആ ഒരു വീഡിയോസ് ആണെങ്കിലും റിപ്പോർട്ടുകളാണെങ്കിലും ഈ കൺവെൻഷനുകളൊക്കെ കാണുന്ന സമയത്ത് ക്രൗഡ് പുള്ളിങ് എന്നൊക്കെ പറഞ്ഞാൽ അസാധ്യ ക്രൗഡ് പുള്ളിങ് ആണ് കാണാൻ പറ്റുന്നത്. ഷാഫിക്ക് സാധാരണക്കാരുമായിട്ട് പെട്ടെന്ന് മിങ്കിൾ ചെയ്യാൻ കഴിയും. ഉദാഹരണത്തിന് വടകര പോയിട്ട് കഴിഞ്ഞ പ്രാവശ്യം ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, അദ്ദേഹത്തിനെതിരെ ഭീഷണിയൊക്കെ വന്നു. അദ്ദേഹം വടകര ടൗണിൽ കൂടെ നടന്ന് പാർലമെന്റിൽ ഇപ്പം പിന്നെ പ്രേമേന്ദ്രൻ കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് ഷാഫി പറമ്പിലാണ്. പിണറായി വിജയൻ വളരെ ശക്തനായ നേതാവാണ്. കാരണം കേരളത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും ശക്തനായ ഒരു രാഷ്ട്രീയ നേതാവെന്ന് പറയുന്നത് പിണറായി വിജയൻ തന്നെയാണ്. അതായത് പാർട്ടി സമ്മേളനത്തിൽ പങ്കെടുക്കാനായിട്ട് ആളിനെ ആവശ്യമുണ്ട്, 511 രൂപയും ഭക്ഷണവും കൊടുക്കുന്നതായിരിക്കും. ഷാഫി ആൾ സമർത്ഥനാണ്. അദ്ദേഹം വളരെ അദ്ദേഹത്തിൻ്റെ ആ ഒരു കരിസ്മ, പേഴ്സണൽ കരിസ്മ, ലീഡർ എന്ന നിലയിലുള്ള കരിസ്മ, അതേപോലെ കാര്യങ്ങൾ പഠിക്കാനുള്ള മികവ്, ഇതൊക്കെയുള്ള നേതാവാണ് ഷാഫി പറമ്പിൽ. യെച്ചൂരി പ്രസംഗിക്കാൻ കയറി പാർലമെന്റ് എഴുന്നേൽക്കുന്ന സമയത്ത് യെച്ചൂരിയുടെ പ്രസംഗം കേൾക്കുക എന്നുള്ളത് കേൾക്കുന്നവർക്കും വളരെ എൻലൈറ്റനിങ് ആയിട്ടുള്ള ഒരു അനുഭവമായിരുന്നു. അവിടെയാണ് ശോഭാ സുരേന്ദ്രൻ അതിശക്തമായ ഒരു പോരാട്ടം മുന്നോട്ട് വയ്ക്കുന്നത്. നമസ്കാരം സർ. നമസ്കാരം. തെരഞ്ഞെടുപ്പിന്റെ ചൂടില് കത്തിക്കൊണ്ടിരിക്കുകയാണ് സ്ഥാനാർത്ഥികൾ, അതേപോലെ തന്നെ ജനങ്ങളും എല്ലാം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. എനിക്ക് തോന്നിയൊരു ഫാക്ടർ എന്താണെന്നൊരു, ഈ സ്ഥാനാർത്ഥികളെക്കാട്ടിൽ ഒരുപടി മുൻപിൽ സ്റ്റാർ ആവുന്ന നേതൃത്വങ്ങളെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതിപ്പോ സ്ഥാനാർത്ഥിയല്ലാത്ത കെ സുധാകരനാണെങ്കിലും ഷാഫി പറമ്പിലാണെങ്കിലും ഇനിയിപ്പോൾ രാഹുൽ മാങ്കൂട്ടോ ആണെങ്കിലും ശരി, ഇവരൊക്കെയാണ് സ്റ്റാർ ആയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പുറത്ത് നോക്കുവാണെങ്കിൽ CPM-ന്റെ ഗോവിന്ദൻ മാസ്റ്റർ, മണിയാശാനൊക്കെ ഒതുങ്ങി, അല്ലെങ്കിൽ മണിയാശാൻ ഇപ്പൊ എന്തെങ്കിലുമൊക്കെ പറഞ്ഞേനെ. ഗോവിന്ദൻ മാസ്റ്റർ ഉണ്ട്. BJP-യുടെ ആണെങ്കിൽ നേതൃത്വത്തിൽ നിന്ന് ബാക്കി അവരുടെ എല്ലാ കാൻഡിഡേറ്റ്സും അത്യാവശ്യം മത്സരിക്കുന്നുണ്ട്. മത്സരിക്കാതെ പുറത്തു നിന്ന് അങ്ങനെയൊന്നും ആൾക്കാരൊന്നുമില്ല. പാലക്കാട് മാത്രം ഈ പ്രശാന്ത് ശിവയൊക്കെ നല്ല രീതിയിൽ ഒരു ശോഭയ്ക്ക് വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ചധികം ആൾക്കാരാണ് ഇവിടെ തിളങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇതിനു മുൻപ് തന്നെ നമ്മൾ പാലക്കാടിനെ പറ്റി ചർച്ച ചെയ്തപ്പോൾ സെറോന പറഞ്ഞൊരു ഫാക്ടറാണ് ഷാഫിയോടൊരു വിഷയമാകില്ല എന്ന്. അത് പാലക്കാടിന്റെ പിഷാരടി നേതൃത്വം വന്നു, അല്ലെങ്കിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷമായിരുന്നു നമ്മൾ ആ ഒരു ടോക്ക് എടുത്തത്. പക്ഷെ ഇപ്പോ വരുന്ന ആ ഒരു വീഡിയോസ് ആണെങ്കിലും റിപ്പോർട്ടുകളാണെങ്കിലും ഈ കൺവെൻഷനുകളൊക്കെ കാണുന്ന സമയത്ത് ക്രൗഡ് പുള്ളിങ് എന്നൊക്കെ പറഞ്ഞാൽ അസാധ്യ ക്രൗഡ് പുള്ളിങ് ആണ് കാണാൻ പറ്റുന്നത്. അത് പാർട്ടി പ്രവർത്തകരല്ല, വിവിധ രീതിയിലുള്ള ജനങ്ങൾ തന്നെയാണ്. പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. അത് പാലക്കാടിന്റെ മണ്ണിൽ നിന്ന് വരുന്നുണ്ട്. കാരണം അവരുടെ ഭാഷ കേൾക്കുമ്പോൾ നമുക്കറിയാം ഇതൊക്കെ പാലക്കാടുകാരാണെന്നുള്ളത്. അപ്പോൾ ആ ഒരു ക്രൗഡ് പുള്ളിങ് എന്തൊക്കെ പറഞ്ഞാലും അവർക്ക് സാധ്യമാവുന്ന ഒരു രീതി തന്നെയല്ലേ ഇപ്പോൾ? അതെ, ഷാഫിയൊക്കെ കോൺഗ്രസിന്റെ വളരെ പ്രസന്നമായ എന്താ പറയുക യുവത്വത്തിന്റെ മുഖമാണ്. ഷാഫി ആൾ സമർത്ഥനാണ്. അദ്ദേഹം വളരെ അദ്ദേഹത്തിൻ്റെ ആ ഒരു കരിസ്മ, പേഴ്സണൽ കരിസ്മ, ലീഡർ എന്ന നിലയിലുള്ള കരിസ്മ, അതേപോലെ കാര്യങ്ങൾ പഠിക്കാനുള്ള മികവ്, ഇതൊക്കെയുള്ള നേതാവാണ് ഷാഫി പറമ്പിൽ. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് വടകര പോയി നിന്നിട്ട് ശൈലജ ടീച്ചറായിട്ട് പോലും വളരെ ദയനീയമായിട്ട് ശൈലജ ടീച്ചർക്ക് പരാജയപ്പെടേണ്ടി വന്നത്. കാരണം CPM-ന്റെ വടക്ക് ഏത് മണ്ഡലത്തിലും ശൈലജ ടീച്ചർ ശരിക്കും പറഞ്ഞാൽ പിന്നെ ഒന്നാം പിണറായി സർക്കാരിൽ ഏറ്റവും ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു മന്ത്രിയായിരുന്നു, ആരോഗ്യമന്ത്രിയായിരുന്നു. മാത്രമല്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം വാങ്ങി ജയിച്ച മന്ത്രിയും ഒരു സ്ഥാനാർത്ഥിയും CPM-ന്റേത് ശൈലജ ടീച്ചർ. അപ്പൊ അങ്ങനെ ഒരു സ്റ്റാർ കാൻഡിഡേറ്റ് എന്ന നിലയിലാണ് ശൈലജ ടീച്ചറിനെ വടകര കൊണ്ട് പാർലമെന്റിലേക്ക് മത്സരിച്ചത്. പക്ഷെ അവിടെ ദയനീയമായിട്ടാണ് ശൈലജ ടീച്ചർ അവിടെ പരാജയപ്പെട്ടു പോയത്. അതിന്റെ കാരണം എന്ന് വെച്ചാൽ ഷാഫി പറമ്പിലിന്റെ ഒരു ജനസ്വീകാര്യതയും അതോടൊപ്പം തന്നെ വളരെ പിന്നെ ധൈര്യശാലിയാണെന്നുള്ള ഒരു ഇതുണ്ട്. അതോടൊപ്പം ജനങ്ങളുമായിട്ട് വളരെ അകൽച്ച ഇല്ല, അത് വലിയ ഒരു പ്രത്യേകതയാണ്. ഈ ചില നേതാക്കന്മാരുണ്ട് വളരെ, ഉദാഹരണത്തിന് പിണറായി വിജയൻ വളരെ ശക്തനായ നേതാവാണ്. കാരണം കേരളത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും ശക്തനായ ഒരു രാഷ്ട്രീയ നേതാവെന്ന് പറയുന്നത് പിണറായി വിജയൻ തന്നെയാണ്. അക്കാര്യത്തിലുള്ള സംശയമില്ല. പിണറായി വിജയന്റെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും സ്വേച്ഛാധിപത്യ സ്വഭാവത്തിലും ഭീരുത്വത്തിലും ഇതിനകത്തെങ്ങും നമ്മൾ എല്ലാം ഉള്ള വ്യക്തിയാണ്, പറ്റത്തില്ല. പക്ഷെ അതേ സമയത്ത് തന്നെ ഒരു ശക്തനായ നേതാവാണ്. കഴിഞ്ഞ 10 വർഷമായിട്ട് അദ്ദേഹം ഈ ഒരു സംസ്ഥാനത്ത് ഗവൺമെന്റിനെ 2 തവണയായിട്ട് നയിക്കുകയാണ്. ചെറിയ ഒരാൾക്ക് പറ്റത്തില്ല. അപ്പൊ എന്തായാലും നമ്മൾ അദ്ദേഹത്തിന്റെ കഴിവിനെ നമ്മൾ അംഗീകരിച്ചേ പറ്റും. പക്ഷേ പിണറായി വിജയന് ജനങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ശേഷി നോക്കിയുണ്ട്. അദ്ദേഹത്തിന് ഒരു കൊച്ചു കുട്ടിയായിട്ട് പോലും അദ്ദേഹം ഇപ്പം വളരെ ബുദ്ധിമുട്ടിയൊക്കെ അഭിനയിക്കുന്നുണ്ട്. കൊച്ചു കുട്ടികളെ കണ്ടാൽ ഉമ്മ കൊടുക്കാനും ഉമ്മ വാങ്ങിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്.
പക്ഷെ അതുപോലും അദ്ദേഹത്തിന് അപരിചിതമായിട്ടാണ് നമുക്കത് കാണുമ്പോൾ തോന്നുന്നത്. കാരണം അദ്ദേഹത്തിന് ജനങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, ഇടപഴകാനുള്ള ഒരു ആ ഒരു ബോഡി ലാംഗ്വേജും ആ ഒരു രീതിയും അദ്ദേഹത്തിനില്ല. ഇത് ഒരു വളരെ പ്രധാനമാണ്. ചില നേതാക്കൾക്കുണ്ട്. ഉദാഹരണത്തിന് ശശി തരൂർ എഴുത്തും വായന അറിയാത്ത വ്യക്തിയുടെ അടുത്തും ഈ ലോകത്തിലെ ഏറ്റവും വലിയ പണ്ഡിതന്റെ അടുത്തും ഒരേപോലെ അനായാസമായിട്ട് എഴുതി ചേർന്ന് സംസാരിക്കും. ഇത് ചില നേതാക്കന്മാരുടെ പ്രത്യേകതയാണ്. അപ്പൊ ഷാഫിയുടെ ഒരു പ്രത്യേകത അതാണ്. ഷാഫിക്ക് സാധാരണക്കാരുമായിട്ട് പെട്ടെന്ന് മിങ്കിൾ ചെയ്യാൻ കഴിയും. ഉദാഹരണത്തിന് വടകര പോയിട്ട് കഴിഞ്ഞ പ്രാവശ്യം ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, അദ്ദേഹത്തിനെതിരെ ഭീഷണിയൊക്കെ വന്നു. അദ്ദേഹം വടകര ടൗണിൽ കൂടെ നടന്ന്, കാരണം അതൊരു ജനകീയ നേതാവിന്റെ ഒരു സ്വഭാവം തന്നെയാണ്. കാരണം എൻ്റെ ജനങ്ങളുടെ ഇടയിലൂടെയാണ് ഞാൻ നടക്കുന്നത് എന്നുള്ള ഒരു പ്രഖ്യാപനവും ഒരു ആത്മവിശ്വാസവുമാണെന്ന് ഷാഫിയുടെ വടകരയിൽ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഒറ്റയ്ക്ക് നടന്നു നീങ്ങിയത്. കാര്യം അവിടെ റോഡ് ബ്ലോക്ക് ഒക്കെ ഉണ്ടാക്കിയിരുന്നു ആ സമയത്ത്. അപ്പൊ ഇങ്ങനെയുള്ള ജനകീയനായ ഒരു നേതാവ് തന്നെയാണ് ഷാഫി പറമ്പിൽ. പക്ഷെ അദ്ദേഹത്തിന്റെ ഇമേജിന് ചെറിയൊരു ഡാമേജ് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാഹുൽ മാങ്കൂട്ടം വിഷയം വന്നതിന് ശേഷമാണ്. ആ രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ മൊത്തത്തിൽ അദ്ദേഹത്തിന് നഷ്ടക്കച്ചവടമായി പോയി എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം അദ്ദേഹം സീറ്റ് ഒഴിഞ്ഞത് പോലും രാഹുൽ മാങ്കൂട്ടത്തിന് പാലക്കാട്ട് മത്സരിക്കാൻ വേണ്ടിയാണോ എന്ന് പോലും സംശയിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറി. മാത്രമല്ല അവർ തമ്മിലുള്ള സൗഹൃദം അത് വളരെ ഈടുറ്റ സൗഹൃദമാണ്. അപ്പം അതിൻ്റെയൊക്കെ പേരിൽ ഷാഫിക്ക് കുറച്ച് എന്താ പറയുക ഒരു മങ്ങലേറ്റെങ്കിലും വീണ്ടും ഷാഫി വളരെ സജീവമായിട്ട് തിരിച്ച് രംഗത്തേക്ക് വരികയും അതിനകത്ത് അദ്ദേഹം സമർത്ഥനായ ഒരു പാർലമെന്റേറിയനാണ്. ഉദാഹരണത്തിന് കേരളത്തിൽ നിന്നുള്ള എം പിമാരിൽ NK പ്രേമേന്ദ്രൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ നന്നായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന വ്യക്തികളിൽ എനിക്ക് തോന്നുന്നു രണ്ടാമതായിട്ട് നമുക്ക് എടുത്ത് പറയാൻ പറ്റും. ശശി തരൂരിനെ നമുക്ക് ആ ഇതിൽ കൂട്ടേണ്ട ആവശ്യമില്ല. അദ്ദേഹം ഒരു ഇന്റർനാഷണൽ പേഴ്സണാലിറ്റിയാണെന്ന് പറയുക. മറിച്ച് പാർലമെന്റിൽ ഇപ്പം പിന്നെ പ്രേമേന്ദ്രൻ കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് ഷാഫി പറമ്പിലാണ്. ആ ഒരു പഠനശേഷിയുണ്ട്. അതുപോലെ ഭാഷാപരമായ മലയാളമാണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും ഭാഷാപരമായ നല്ല ഒഴുക്കുണ്ട്. പിന്നെ ആൾക്കാരെ വേണ്ടി ചിരിച്ച് സംസാരിക്കും. അപ്പൊ ഇത്തരത്തിലുള്ള പിന്നെ അതുപോലെ പാലക്കാടുമായിട്ടുള്ള ഷാഫിയുടെ ബന്ധം വളരെ ദീർഘകാലമായിട്ടുള്ള ഷാഫിയുടെ തട്ടകം എന്ന് പറയുന്നത് പാലക്കാടാണ്. അപ്പൊ അതുകൊണ്ട് പാലക്കാട്ട് സ്വാഭാവികമായിട്ട് ഷാഫി ഇറങ്ങുമ്പോഴത്തേക്ക് ആൾക്കാർ വരും. അത് ഒരുപക്ഷെ അവിടുത്തെ സ്ഥാനാർത്ഥിയേക്കാൾ കൂടുതൽ ശ്രദ്ധ പോകുന്നത് ഷാഫിക്കായിരിക്കും പോകുന്നത്. തീർച്ചയായും അല്ല, അവരുടെ ഇപ്പൊ നമ്മുടെയൊക്കെ വീട്ടിൽ ഒരാളെ നമ്മൾ പുറത്ത് കാണുന്ന സമയത്ത് അല്ലെങ്കിൽ അധികം നമുക്ക് കാണാൻ കിട്ടാത്ത നമ്മുടെ വീട്ടിൽ ഒരാളെ കാണുമ്പോൾ എന്ത് റെസ്പോൺസ് ആണോ, വീട്ടിലെ പ്രായമായവർ തൊട്ട് ചെറിയ കുട്ടികൾ ആ ഒരു ഏജ് കാറ്റഗറി ആണല്ലോ വലിയ രീതിയിൽ ഈ രാഷ്ട്രീയം മനസ്സിലേക്ക് എടുക്കാത്ത ഒരു വിഭാഗം എന്ന് പറയുന്നത് നല്ല ഏജുള്ള ആൾക്കാരും അതേപോലെ തന്നെ ഈ ചെറിയ കുട്ടികളായിരിക്കും. ഇവര് ഷാഫിയോട് പെരുമാറുന്ന ഒരു രീതിയുണ്ട്. അല്ല, അതാണ് പറഞ്ഞത്. ഷാഫിയുടെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് അതാണ്. അപ്പൊ ഷാഫിക്ക് പെട്ടെന്ന് ഈ ആൾക്കൂട്ടത്തിൽ ഒരാളായിട്ട് മാറാനായിട്ട് ഒരു പ്രയാസവും ഇല്ല. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പിന്നെ ഇപ്പൊ എവിടെ പോയി കഴിഞ്ഞാൽ ഇപ്പൊ ഉദാഹരണത്തിന് പെരിന്തൽമണ്ണ, വടകര, അതുപോലെ നമ്മുടെ വടക്കൻ കേരളം എവിടെ പോയി കഴിഞ്ഞാലും ഈ ഷാഫിയെ സ്വീകരിക്കാൻ ആൾ വരുന്നതും ഷാഫിയെ കാണാനായിട്ട് ആൾ കൂടുന്നതും ഒക്കെ അത് സ്വാഭാവികമാണ്. മാത്രമല്ല ഈ കോൺഗ്രസിന്റെ ഇന്നത്തെ ഈ യുവത്വത്തിന്റെ ഒരു മുഖവും കൂടിയാണ് ഷാഫി പറമ്പിൽ. നേരത്തെ ഇത് രണ്ടുപേരും കൂടെ ആയിരുന്നു ഇത് നടത്തിക്കൊണ്ടിരുന്നത്. ഒന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് ഇതേ ഫാൻഫെയർ ഉണ്ടായിരുന്നു. പക്ഷേ ദൗർഭാഗ്യവശാൽ അദ്ദേഹത്തിന്റെ കയ്യിരിപ്പ് കാരണം അദ്ദേഹത്തിനത് നഷ്ടപ്പെട്ടു പോയി. പക്ഷെ ഇപ്പം ഈ പറഞ്ഞതുപോലെ ഒരു വൈബ്രന്റ് യൂത്ത് കോൺഗ്രസ് അല്ലെങ്കിൽ ഒരു യൂത്ത് ലീഡർ എന്നുള്ളൊരു ഇമേജ് ഷാഫിക്കുണ്ട്. ഒറ്റയാനായി ഷാഫിയാണ് നിൽക്കുന്നത്. ഈ പാലക്കാട് തട്ടകമായതുകൊണ്ട് ക്രൗഡ് പുള്ളിങ് ഉണ്ടാവും എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ പയ്യന്നൂര് കുഞ്ഞികൃഷ്ണൻ മാഷിന്റെ സ്ഥലത്ത്, അതേപോലെ തളിപ്പറമ്പ് TK ഗോവിന്ദന്റെ സ്ഥലത്ത്, ഇവരുടെ സ്ഥലത്ത് ഇത് കണ്ണൂർ തട്ടകമാണ്, പാർട്ടി ഗ്രാമമാണ്. TK ഗോവിന്ദൻ എന്ന് പറയുന്നത് ഒരു പാർട്ടി ഗ്രാമത്തിലെ ഒരു സഖാവായിരുന്നു. ഇദ്ദേഹത്തിന്റെ റോഡ് ഷോയിലുണ്ടായ ക്രൗഡ് പുള്ളിങ്ങോ? അപ്പോ ഇത്തരം പുള്ളിങ് പാർട്ടി തട്ടകങ്ങൾ തൃശ്ശൂര് ഈ ഉദാഹരണത്തിന് ഇപ്പൊ കോൺഗ്രസിലെ ഇവിടുത്തെ കേരളത്തിലെ ക്രൗഡ് പുള്ളേഴ്സ് ആരാണ്? കോൺഗ്രസിലെ ഒന്ന് ഷാഫി ഉണ്ടാവും തീർച്ചയായും. പിന്നീട് നമ്മുടെ കെ സുധാകരൻ കോട്ടയം അല്ല കണ്ണൂർ ഭാഗത്തുണ്ടാവും. കണ്ണൂരുണ്ടാവും. കേസ് എവിടെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം ക്രൗഡ് പുള്ളിങ് ഉള്ള എവിടെ വന്നാലും ഒന്നും കെ സുധാകരൻ ഇപ്പൊ എറണാകുളത്തോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തോ വന്നാൽ കെ സുധാകരൻ അത്ര വലിയ ക്രൗഡൊന്നും വരില്ല കാണാനായിട്ട്. ചാണ്ടിയുമ്മൻ അവിടുത്തെ പുതുപ്പള്ളിയിൽ അത്യാവശ്യം പുതുപ്പള്ളിയിൽ സ്വാഭാവികമായിട്ടും വരും. ചാണ്ടിയുമ്മൻ വരും.
മറിച്ച് ഇന്ന് കേരളത്തിന്റെ അല്ല കോൺഗ്രസിന്റെ നേതൃത്വത്തിന്റെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ KPC പ്രസിഡന്റ് സണ്ണി ജോസഫ് പോയി കഴിഞ്ഞാൽ എത്ര പേര് വരും? ശശി തരൂർ പോയവർ. ശശി തരൂർ ഇന്ത്യയിലല്ല, അത്യാവശ്യം ലോകത്തിന്റെ കോൺഗ്രസിന്റെ പ്രതിനിധിയല്ലേ കേരളത്തിൽ നിന്നല്ലേ? അതെ, അല്ല ശശി തരൂർ നമുക്ക് ഈ ഒരു കാറ്റഗറിയിൽ നമുക്ക് പെടുത്താം. അതായത് ഒരു VIP കാറ്റഗറി എന്ന നിലയിൽ അദ്ദേഹത്തിനെ കോൺഗ്രസിനകത്ത് തന്നെ അദ്ദേഹം ഒരു ഗസ്റ്റ് ആണല്ലോ, ഇല്ലേ? അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ സാധാരണ കോൺഗ്രസ് നേതാക്കന്മാരുടെ കൂട്ടത്തിൽ ശശി തരൂരിനെ കാണാൻ പറ്റത്തില്ല. അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെയാണല്ലോ ശശി തരൂർ കേരളത്തിന്റെ നേതൃത്വത്തിന്റെ ഭാഗമേ അല്ലല്ലോ. എവരുടെ കൂട്ടത്തിലുണ്ടെന്നുള്ളത് ഇവരും അംഗീകരിക്കുന്നില്ല, അദ്ദേഹം അംഗീകരിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ ഔദാര്യം കൊണ്ടാണ് ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിലേക്ക് അദ്ദേഹം വളരെ സജീവമായിട്ട് എല്ലായിടത്തും പോവുകയും വളരെ കുറിക്കൊള്ളുന്ന രീതിയിൽ UDFന്റെ ഡീല് ജനങ്ങളുമായിട്ടാണ് എന്നുള്ളൊരു ഒരു മെസ്സേജ് കൊടുക്കുന്നത് വളരെ അദ്ദേഹത്തിന്റെ ബ്രില്യൻസിന്റെ പ്രശ്നമാണ്. അതോടെ മാറ്റി വയ്ക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ ഈ കോൺഗ്രസിനകത്ത് അത്യാവശ്യം ഈ പറഞ്ഞതുപോലെ ഒരു പോപ്പുലാരിറ്റി ഉള്ള നേതാക്കൾ വളരെ വിരളമാണ്. ഉദാഹരണത്തിന് VD സതീശൻ നല്ല നേതാവാണ്. അപ്പൊ അദ്ദേഹം ഈ പ്രതിപക്ഷ നേതാവായതുകൊണ്ടും അല്ലാതെയും സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിനും ഈ പറഞ്ഞ നല്ല കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് നല്ല ഹാർഡ് വർക്കിംഗ് ആയിരുന്നു. അദ്ദേഹം വിശ്രമിച്ചിട്ടില്ല എന്ന് പറയേണ്ടി വരും. അത്യാവശ്യം നന്നായിട്ട് വർക്ക് ചെയ്തു സതീശൻ. അതായത് നമുക്ക് രണ്ടഭിപ്രായമില്ല. അദ്ദേഹത്തിന്റെ കഴിവിന് ഒരു വ്യക്തിക്ക് ആ വ്യക്തിയുടെ കഴിവിനനുസരിച്ചേ പ്രവർത്തിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം VD സതീശൻ, അതേപോലെ തന്നെ രമേശ് ചെന്നിത്തല ക്രൗഡ് പുള്ളർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. ജനകീയനാണ്, നേതാവാണ്, സംശയമില്ല. പക്ഷെ അദ്ദേഹം ഒരു ക്രൗഡ് പുള്ളർ ആണോ എന്ന് ചോദിച്ചു. അദ്ദേഹത്തിന്റെ പ്രസംഗമൊക്കെ വളരെ സാധാരണ പ്രസംഗമാണ്, അല്ലേ? ആ സമയത്ത് അതും ഒരു പ്രശ്നമാണ്. ഇപ്പൊ പ്രസംഗം കേൾക്കാൻ വരുന്ന വ്യക്തികൾക്ക് ആ പ്രസംഗം എന്താണ് അദ്ദേഹം പറയുന്നതെന്ന് കേൾക്കാനുണ്ട്. ഇപ്പൊ ശശി തരൂർ വരുമ്പോഴത്തേക്ക് അദ്ദേഹം തീർച്ചയായിട്ടും സുന്ദരനാണ്, കാഴ്ചയ്ക്കൊക്കെ രസമുണ്ട് കണ്ടുകൊണ്ടിരിക്കാൻ. പക്ഷെ എന്നാലും അദ്ദേഹം പറയുന്നത് എന്താണ് എന്ന് കേൾക്കാനാണ് അദ്ദേഹത്തിന്റെ റീല് തുറക്കുന്നവരും അദ്ദേഹത്തിന്റെ ഓൺലൈൻ പ്രസൻസ് ശ്രദ്ധിക്കുന്നവരും അദ്ദേഹത്തിന്റെ മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുന്നവരും എന്താണ് തരൂര് പറയുന്നത്. അപ്പൊ അതാണ് ഏറ്റവും പ്രധാനം. ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്ന ആ വ്യക്തി എങ്ങനെ ഈ സമൂഹത്തെ കാണുന്നു, എങ്ങനെ ലോകത്തെ കാണുന്നു, എങ്ങനെ വിഷയങ്ങളെ സമീപിക്കുന്നു, ഇത്തരം സംഗതികളാണ് ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തെ എടുത്തു കാണിക്കുന്നത്. അപ്പൊ ആ രീതിയിലൊക്കെ ചെറിയ രീതിയിൽ ചിന്തകളും മറ്റുമൊക്കെ ഉള്ള വ്യക്തികൾ സ്വാഭാവികമായിട്ട് സംസാരിക്കുമ്പോൾ അതിന്റെ റിഫ്ലക്ഷൻസ് അവരുടെ സംഭാഷണങ്ങളിലും അവരുടെ പ്രവൃത്തികളിലും അവരുടെ ചലനങ്ങളിലും ഉണ്ടാവും. അപ്പൊ അത്തരത്തിലൊക്കെ കാര്യങ്ങൾ പഠിക്കാനൊക്കെ പഠിക്കുന്ന ഒരു വ്യക്തിയാണ് ഷാഫി, സംശയമൊന്നുമില്ലാത്ത കാര്യമാണത്. അതേപോലെ തന്നെ കാര്യങ്ങൾ പഠിച്ചിരുന്നൊരു വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. പക്ഷേ കയ്യിരിപ്പ് മോശമായി പോയി. അപ്പൊ ഇങ്ങനെ ഉള്ള ഒരു അവസ്ഥ കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇപ്പം ഷാഫി പോകുമ്പോഴത്തേക്ക് ഈ ഗ്രാമങ്ങളിൽ നിന്നും ജനങ്ങൾ വരുന്നതിന്റെ കാരണം അതാണ്. കൗതുകം ഉണ്ടാവുന്നു. പിന്നെ സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ 1-2 സ്ഥലങ്ങളിൽ പോകുമ്പോൾ നല്ല ക്രൗഡ് വന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്ഥലങ്ങളിലും സ്വാഭാവികമായിട്ടും ക്രൗഡ് വരും. അതൊക്കെ മാനുഷികമായ അത് മാനുഷികമായ ഒരു സ്വഭാവമാണ്. മനസ്സിലായില്ലേ? ഈ മാനുഷിക സ്വഭാവം എന്തായാലും അത്യാവശ്യം സ്റ്റാർ മണ്ഡലങ്ങളിലെല്ലാം ഇവര് പോകുന്നുണ്ട്. മലബാർ ഏരിയ മുഴുവൻ കവർ ചെയ്യുന്നത് തൃശ്ശൂർ വരെ വന്നത് നമ്മൾ കണ്ടു. തൃശ്ശൂർ തൊട്ട് അങ്ങോട്ട് എല്ലാ ജില്ലകളിലും പോകുന്നുണ്ട്. അപ്പോ ഈ രീതിയില് സ്റ്റാർ മണ്ഡലമാണല്ലോ ധർമ്മടത്ത് ഷാഫി ഒരു കൺവെൻഷൻ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകാൻ പോകുന്ന ക്രൗഡ് പുള്ളിങ് എങ്ങനെയായിരിക്കും? അതിപ്പോ സ്വാഭാവികമായിട്ടും അവിടുത്തെ പാർട്ടി പിന്നെ സംവിധാനങ്ങളെല്ലാം മെച്ചപ്പെടുത്തും. അവരിപ്പം ഇത് കഴിഞ്ഞ ദിവസം പിന്നെ ഒരു പരസ്യം വന്നു, ഇന്നലെ ഒരു പരസ്യം വന്നു തിരുവനന്തപുരത്ത്, ഇല്ലേ? അതായത് പാർട്ടി സമ്മേളനത്തിൽ പങ്കെടുക്കാനായിട്ട് ആളിനെ ആവശ്യമുണ്ട്, 511 രൂപയും ഭക്ഷണവും കൊടുക്കുന്നതായിരിക്കും, അല്ലേ? അപ്പൊ ഇതൊക്കെ ഇതിൻ്റെ കൂടെ നടക്കുന്നുണ്ട്. അപ്പൊ ഈ പാർട്ടി പരിപാടിയിൽ ഒരു വ്യക്തി വരുന്ന സമയത്ത് ആ വ്യക്തിയിലെ കാണാൻ വരുന്ന ആൾക്കാരുടെ എണ്ണം നോക്കിക്കൊണ്ട് മാത്രം ഒരു വ്യക്തി നമുക്ക് നിശ്ചയിക്കാൻ പറ്റത്തില്ല. അതിപ്പോ ഇലക്ഷൻ്റെ സമയമാകുമ്പോഴത്തേക്കും ഒരു ക്രൗഡ് വേണം എന്ന് ഇതിന്റെ സംഘാടകർ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒരു 10,000 പേര് വേണമെന്ന് പറഞ്ഞാൽ 10,000 പേര് വരും. അത് ഇലക്ഷൻ സമയത്തൊക്കെ അതൊക്കെ ആ ഒരു രീതിയിലുള്ള സംഘാടക രീതികളൊക്കെ ഉള്ള ആൾക്കാരെയാണ് ഇത് ഏൽപ്പിക്കുന്നത്. നല്ല ചെലവുള്ള പണിയാണ് ഈ ഇലക്ഷൻ എന്ന് പറയുന്നത്. കോടികൾ ചെലവുള്ള സംഗതിയാണ്. അപ്പൊ ഈ കോടികൾ എന്നൊക്കെ പറയുന്നത് ഇത്തരത്തിലുള്ള സംഘാടനത്തിന് വേണ്ടിയിട്ടൊക്കെയാണ് ചെലവഴിക്കുന്നത്. ചിലപ്പോൾ ആൾക്കാർക്ക് ഈ പറഞ്ഞ പോലെ ഇന്നത്തെ കാലഘട്ടത്തിൽ ചിലപ്പം ബംഗാളികളെ ഇറക്കി നിന്നിരിക്കും. അതുകൊണ്ട് നമ്മൾ ഈ ക്രൗഡിനെ മാത്രം നോക്കിക്കൊണ്ട് നമ്മളൊരു വ്യക്തിയെ നമ്മൾ അന്തിമമായി ഇളക്കുന്നതിൽ എത്രമാത്രം അതിനകത്തുള്ളൊരു സാങ്കത്യമുണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. തീർച്ചയായിട്ടും ഈ പറഞ്ഞതുപോലെ സ്വാഭാവികമായിട്ട് വരുന്ന ആൾക്കാരുണ്ടാവും, ഈ താല്പര്യം കൊണ്ടുവരുന്നവരുണ്ടാവും.
അത്തരത്തിൽ ഞാൻ പറയില്ല, അത്തരത്തിലൊരു വ്യക്തിയാണ് ഷാഫി, അതിന് സംശയമില്ല കാര്യത്തിൽ. പക്ഷെ എല്ലാ മണ്ഡലങ്ങളിലും ഷാഫി പോകുമ്പോൾ ഒരു പക്ഷേ ഇത്ര ആൾക്കാർ വരുന്നു എന്ന് പറയുന്നത് ഈ ഷാഫിയെ കാണാൻ വേണ്ടിയാണ് ആളുകൾ വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. അല്ല, അങ്ങനെ വരുന്ന ആൾക്കാരും ഉണ്ട്, അത് വരുന്നവരുണ്ടാവാം. പക്ഷെ ഈ പറഞ്ഞതുപോലെ 511 രൂപയും ഭക്ഷണവും കൊടുക്കാമെന്ന് പറയുന്ന പരസ്യവും നമ്മൾ കോൺഗ്രസിൻ്റെതായിട്ട് പത്രത്തിൽ കാണുന്നുണ്ട്, ഇല്ലേ? അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് അങ്ങനെ വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ഷാഫിക്കൊക്കെ നല്ല സീറ്റ് ഉറപ്പിക്കാൻ പറ്റുമോ? അല്ല, ഈ എങ്ങനെ ഉറപ്പിക്കാൻ? അല്ല, ഈ നമ്മുടെ ഈ സംഘടന ബലം കൊണ്ട് നമുക്ക് സീറ്റുകൾ ഉറപ്പിക്കുന്ന, കാരണം നമുക്ക് ജനങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് വരണമല്ലോ. സീറ്റ് വിജയിക്കില്ല എന്നുള്ളതാണ് ചോദിക്കുന്നതെങ്കിൽ, ഉദാഹരണത്തിന് ഇപ്പൊ പാലക്കാട് ഇപ്പോ ഷാഫിയെയും പിഷാരടിയും വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഷാഫിയാണ് വളരെ മുകളിൽ നിൽക്കുന്നത്, അല്ലേ? അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ ഷാഫിയെയും പിഷാരടിയും വെച്ച് നോക്കുമ്പോൾ പിഷാരടി ഷാഫിയുടെ അത്രയും സ്ട്രെങ്ത് അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വ്യക്തിയല്ല. സ്വാഭാവികമായിട്ടും ഷാഫിക്ക് നന്നായിട്ട് വർക്ക് ചെയ്യേണ്ടി വരും. ഷാഫിക്കല്ല, പിഷാരടിക്ക് വർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ പിഷാരടിക്ക് ആ രീതിയിൽ വർക്ക് ചെയ്യേണ്ടി വരുമ്പോഴത്തേക്ക് ഈ പറഞ്ഞതുപോലെ അദ്ദേഹം ഒരു കലാകാരനാണ്, കോൺഗ്രസ്സുകാരനാണ്. അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൻ്റെ പ്രത്യേകതകൾ ഈ പറഞ്ഞതുപോലെ മറ്റേ ഡോക്ടർ തോമസ് ഐസക് നടന്ന സംവാദം, ആ ഒരു സംവാദത്തിനകത്ത് പിഷാരടി വളരെ ഗംഭീരമായിട്ട് സ്കോർ ചെയ്തു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, തോമസ് ഐസക്കിന് എന്നെ കോമാളി എന്ന് വിളിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്, പക്ഷെ എനിക്ക് മറ്റൊന്നുകൂടി ഉണ്ട്, എനിക്ക് സംസ്കാരവും കൂടെ ഉണ്ട്. അപ്പൊ ഈ ഒരൊറ്റ വാചകത്തോടു കൂടി പിഷാരടിയുടെ ഒരു ഗ്രാഫ് അങ്ങോട്ട് കുറച്ച് ഉയരുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള സമീപനങ്ങളിലൂടെയാണ് ഒരു സ്ഥാനാർത്ഥിയുടെ കൾട്ട് അതല്ലെങ്കിൽ ആ ഒരു വ്യക്തിത്വത്തിന്റെ സ്കെയില് ഗ്രാഫ് ഉയരുകയും താഴുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ ആ രീതിയിൽ പിഷാരടിക്ക് വർക്ക് ചെയ്യേണ്ടി വരും. മറിച്ച് ശോഭാ സുരേന്ദ്രനായി അതല്ല. ശോഭാ സുരേന്ദ്രൻ ഏത് മണ്ഡലത്തിൽ പോയി കഴിഞ്ഞാലും ഒരു സ്റ്റാർ കാൻഡിഡേറ്റ് ആണ്. അവർ ഏത് മണ്ഡലത്തിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് വൻ ഭൂരിപക്ഷത്തിലേക്ക് ജയിക്കാൻ പറ്റിയില്ലെങ്കിൽ ചിലപ്പോൾ രണ്ടാമത് എത്തിയിരിക്കും. ഇപ്പൊ കേരളത്തിലെ മിക്ക മണ്ഡലങ്ങളിൽ നിന്നും അവർക്ക് ക്ഷണമുണ്ടായിരുന്നു ഞങ്ങളുടെ മണ്ഡലത്തിൽ മത്സരിക്കണമെന്ന് പറയുന്നത്. അപ്പൊ ആ രീതിയിലുള്ള ഈ കാൻഡിഡേറ്റ്സിന്റെ പ്രഭാവവും ഈ തെരഞ്ഞെടുപ്പിലെ വിജയത്തിന് മുഖ്യ ഘടകമാണ്. അതോടൊപ്പം രാഷ്ട്രീയമായിട്ടുള്ള സാന്നിധ്യം, ഇതിങ്ങനെ ഒരുപാട് ഘടകങ്ങൾ ചേരുമ്പോഴുണ്ടാകുന്ന ഒരു സംഗതിയാണല്ലോ ഒരു കാൻഡിഡേറ്റിന്റെ ജയവും പരാജയവും. അപ്പം ഈ തീർച്ചയായിട്ടും ഈ പറഞ്ഞതുപോലെ ഇപ്പൊ കേരളത്തിൽ ഇപ്പം സി പി എമ്മിന്റെ എനിക്ക് തോന്നുന്നില്ല ഇന്ന് കേരളത്തിലെ സി പി എമ്മിന്റെ ഏതെങ്കിലും ഒരു ഒരു നേതാവ് ക്രൗഡ് പുള്ളറായിട്ടുണ്ടെന്ന്. ഉദാഹരണത്തിന് അഖിലേന്ത്യാ സെക്രട്ടറി എം എ ബേബി, ചിലപ്പോ അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ട് അവിടെ നിൽക്കുന്ന ചിലപ്പോൾ ആൾക്കാർ പിരിഞ്ഞു പോയെന്നിരിക്കും. തീർച്ചയായും കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ശിവൻകുട്ടിക്ക് വേണ്ടി ഒരു കൺവെൻഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. 1.5 മണിക്കൂർ അദ്ദേഹം പ്രസംഗിച്ചു. അതില് ക്രൗഡ് നമുക്ക് അങ്ങനെ ഒരു ഒഴിഞ്ഞ കസേരകളൊക്കെ പലയിടത്തും നമ്മൾ കാണുന്നുണ്ട്. അതേപോലെ അത്തരത്തിൽ നേതാക്കളുടെയൊക്കെ ഒരു പുറമോടി മാത്രമായി പലതും പോകുന്നു. ഉദാഹരണത്തിന് പണ്ട് സീതാറാം യെച്ചൂരി ആയിരുന്നെങ്കിൽ സീതാറാം യെച്ചൂരി കൊച്ചിയിൽ വരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആൾക്കാർ പാർട്ടിക്കാരല്ലാത്തവർ പോലും സീതാറാം യെച്ചൂരിയുടെ സ്പീച്ച് കേൾക്കാൻ പോകും. കഴിഞ്ഞ ദിവസം വൃന്ദാകാരായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു വൃന്ദാകാരായിട്ട് വന്നിട്ടുണ്ടെന്നുള്ളത് ഈ പേപ്പറിലൊക്കെ ആ ഒരു ഫോട്ടോ വന്നിട്ടാണ് ശരിക്കും കാണുന്നത്. വൃന്ദാകാരായിട്ട് വന്നാലും പ്രകാശ് കാരറ്റ് വന്നാലും ആൾക്കാർ വരില്ല. മറിച്ച് യെച്ചൂരി ഉണ്ടായിരുന്ന സമയത്ത് യെച്ചൂരി വരും പറയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും പാർട്ടിക്കാരല്ലാത്തവരും പ്രസംഗം കേൾക്കാനായിട്ടെത്തും. അതാണ് നേതൃത്വത്തിന്റെ പ്രത്യേകതയും വ്യക്തികളുടെ പ്രഭാവം അതാണ്. അതുകൊണ്ടാണ് നരേന്ദ്രമോദി ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം ഗദ്ഗതപ്പെട്ടു, അയാളുടെ കരച്ചിലിന്റെ വക്കിലെത്തി. അതായത് സീതാറാം യെച്ചൂരി ഇല്ലാത്ത പാർലമെന്റിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ, കാര്യം അദ്ദേഹത്തിന്റെ എതിരാളികൾ പോലും യെച്ചൂരി പ്രസംഗിക്കാൻ പാർലമെന്റ് എഴുന്നേൽക്കുന്ന സമയത്ത് യെച്ചൂരിയുടെ പ്രസംഗം കേൾക്കുക എന്നുള്ളത് കേൾക്കുന്നവർക്കും വളരെ എൻലൈറ്റനിങ് ആയിട്ടുള്ള ഒരു അനുഭവമായിരുന്നു. അപ്പൊ അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. വ്യക്തികളുടെ ഈ ഒരു വ്യക്തിത്വ പ്രഭാവം, അവരുടെ ശേഷി, അവരുടെ കാഴ്ചപ്പാട്, ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനം വരുന്നത്. അത് ഈ തെരഞ്ഞെടുപ്പിൽ സ്വാധീനിക്കും. അത് തന്നെയാണ് ഇപ്പം പാലക്കാട്ട് മാറ്റിരിക്കാൻ പോകുന്നത്. കാണാം അല്ല, എല്ലാവരും പറഞ്ഞ രീതിയിൽ ഒരു അവിടെ വലിയ വിജയസാധ്യത ഇല്ല എന്ന രീതിയിൽ പറഞ്ഞെടുത്തു നിന്നും അത്യാവശ്യം ഈ ദിവസങ്ങൾ എണ്ണി തുടങ്ങും. കാരണം ഇനി 9-ാം തീയതി എത്താൻ കുറച്ച് ദിവസങ്ങളൂടെ മാത്രം. പാലക്കാട് സാധ്യതയില്ല. പാലക്കാട് 18,000 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിച്ചത്. ഇപ്പോഴും ഒരു കോൺഗ്രസ് ആധിപത്യമുള്ള മണ്ഡലം തന്നെയാണ് പാലക്കാട്. അവിടെയാണ് ശോഭാ സുരേന്ദ്രൻ അതിശക്തമായ ഒരു പോരാട്ടം മുന്നോട്ട് വയ്ക്കുന്നത്.
അത് തന്നെയാണ് ആ മണ്ഡലത്തിന്റെ ഏറ്റവും വലിയൊരു ചലഞ്ച് എന്ന് പറയുന്നത്. കോൺഗ്രസ് കാൻഡിഡേറ്റിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത് ശോഭാ സുരേന്ദ്രൻ എന്ന കാൻഡിഡേറ്റ് ആണ്. അല്ലെങ്കിൽ 18,000 വോട്ടിന്റെ ഭൂരിപക്ഷം ഉള്ള ഒരു കോൺഗ്രസിനുള്ള അല്ലെങ്കിൽ UDF ലഭിച്ച ഒരു മണ്ഡലമാണ്. പക്ഷെ ആ 18,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ച MLA ഉള്ള സമയത്താണ് വളരെ ആത്മവിശ്വാസത്തോടുകൂടി മറ്റു പല മണ്ഡലങ്ങളിൽ നിന്ന് ക്ഷണമുണ്ടായിട്ട് ശോഭാ സുരേന്ദ്രനോട് മത്സരിക്കാൻ നൽകും. അതാണ് പിഷാരടി നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത്. ആ വെല്ലുവിളി അതിജീവിക്കുക എന്നുള്ള വ്യക്തിപ്രഭാവം കൊണ്ട് അതിജീവിക്കുക, അതേപോലെ തന്നെ വോട്ടുകൾ പിടിച്ചു നിർത്തുക, ഇങ്ങനെയുള്ള ഒട്ടേറെ ഘടകങ്ങൾ ചേരുമ്പോഴാണ് അദ്ദേഹത്തിന്റെ സാധ്യത വരുന്നത്. അതിജീവിക്കുമോ എന്ന് നമുക്ക് നോക്കാം.